പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ബൈബിളിൽ പറഞ്ഞത് ചുമ്മാതല്ല കേട്ടോ. കുറച്ചുനാൾ മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ബി ഗണേഷ് കുമാർ വാചാലനായത് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. രാഹുലിനെ കുറ്റം പറയാൻ മാത്രം യോഗ്യതയൊന്നും പഴയകാല ചരിത്രം വെച്ച് ഗണേഷ് കുമാറിനില്ല എന്ന് അന്നേ പറഞ്ഞതാണ്. ഇപ്പോൾ ദാ പഴയതിനെ വെല്ലും വിധം പുതിയൊരു അവിഹിതവുമായി മന്ത്രി പിന്നെയും ഏറിലായിട്ടുണ്ട്. ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ ബഹുമാനപ്പെട്ട മന്ത്രി. ഒരു മൈക്കോ രണ്ട് മാധ്യമങ്ങളെയോ കണ്ടാൽ എന്ത് വാചക കസർത്താണെന്നോ. കേട്ടാൽ തോന്നും ഇത്രയും നല്ലൊരു മനുഷ്യനായിരുന്നോ ഗണേഷ് കുമാർ എന്ന്. ഈ അടുത്ത ദിവസമാണ് തൻ്റെ ദാമ്പത്യം തകർത്തത് ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി സാറായിരുന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെയോ തട്ടിവിട്ടത്. ആർക്കും അന്നും ഒരു ധാരണാപിശകും ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊക്കെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന സംഭവങ്ങളല്ലേ. ഡോക്ടർ യാമിനി തങ്കച്ചിയുമായുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ ഒളിമങ്ങാതെ കിടപ്പുണ്ട്. ഇപ്പോൾ ദാ മാതൃകാ ഭാര്യയായി കൊണ്ടു നടന്ന് ഒരു പാവത്തിനെ കൂടി വഞ്ചിച്ചിരിക്കുന്നു. ഇവരെല്ലാം നല്ല വിദ്യാഭ്യാസവും ഉന്നത പദവിയുമൊക്കെയുള്ള സ്ത്രീകളാണ് കേട്ടോ. എന്നിട്ടും മന്ത്രിക്ക് ഇവരെയൊന്നുമല്ല താല്പര്യം. എന്ത് പറയാനാ. ഇത്രയും അഴിഞ്ഞാടി നടന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കളിയാക്കാൻ നടക്കുന്നത്. എന്ത് ഊളത്തരമാണ് മന്ത്രി ഇത്. 112 വിളിച്ച് കരഞ്ഞ് സഹായം തേടിയിട്ട് നമ്മുടെ സർക്കാർ ആ പാവ സ്ത്രീയെ സഹായിച്ചോ? എങ്ങനെ സഹായിക്കും? ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാര്യയല്ലേ പരാതിക്കാരി. ഭർത്താവിൻ്റെ അവിഹിതം കയ്യോടെ തൂക്കി നടപടിയെടുക്കാൻ പറഞ്ഞാൽ മന്ത്രിക്കെതിരെ ഏത് പോലീസ് നടപടിയെടുക്കാനാ? സ്ത്രീകളുടെ സ്വന്തം പിങ്ക് പോലീസ് പങ്കപ്പാടോടെ മടങ്ങിപ്പോയെന്നാണ് പറയുന്നത്. എന്തായാലും മറ്റുള്ളവരെ കുറ്റം പറയും മുൻപ് ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ് ഗണേഷ് മന്ത്രി. പെണ്ണുകേസിൽ പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഗാന്ധിജിയെയും ജവഹർലാൽ നെഹ്റുവിനെയുമൊക്കെയാണ് താരതമ്യത്തിന് വിളിച്ചത്. എന്താ തൊലിക്കെട്ടിയല്ലേ. മാധവിക്കുട്ടിയെപ്പോലെയും പൂനത്തിൽ കുഞ്ഞബ്ദുള്ളയെപ്പോലെയും ഒക്കെ അദ്ദേഹം പ്രണയിക്കുകയാണത്രേ. പ്രണയിച്ചോളൂ മന്ത്രി. ആരാ പറഞ്ഞത് വേണ്ടാന്ന്? ഒരപേക്ഷയുണ്ട്. പട്ട് വന്നാൽ വിളിക്കുന്ന 112 നമ്പർ ഊളംപാറയ്ക്ക് കൂടി ഒന്ന് കണക്റ്റ് ചെയ്യണം കേട്ടോ. ധാരാളം ആൾക്കാർക്ക് ഉപയോഗപ്പെടും. എന്ത് മന്ത്രിയാണപ്പാ ഇത്.